ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ ടൈറ്റിൽ മാറ്റാൻ തയ്യാറാണെന്ന് നിർമ്മാതാക്കൾ ഹൈക്കോടതിയിൽ. പേരിനൊപ്പം ഇൻഷ്യൽ ചേർത്ത് ജാനകി വി എന്നാക്കി മാറ്റാമെന്ന് നിർമ്മാതാക്കൾ ഹൈക്കോടതി അറിയിച്ചു. കോടതി രംഗങ്ങളിൽ പേര് മ്യൂട്ട് ചെയ്യണമെന്ന സെൻസർ ബോർഡിന്റെ നിർദ്ദേശം അംഗീകരിക്കുന്നതായും നിർമ്മാതാക്കൾ അറിയിച്ചു. കെ ഉമേഷ് വിവരങ്ങൾ നൽകും. സമവായത്തിലൂടെ പ്രശ്നം പരിഹരിക്കാം എന്ന് സെൻസർ ബോർഡ് കോടതിയെ അറിയിച്ചതോടെയാണ് ഈ പ്രശ്നപരിഹാരത്തിന് വഴി തുറന്നത്. നേരത്തെ ഈ സിനിമയുടെ 96 കട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ആ നിലപാടിൽ നിന്ന് സെൻസർ ബോർഡ് ഇന്ന് പിന്നോട്ട് പോയി. ഇന്ന് രാവിലെ കോടതി കേസ് പരിഗണിച്ചപ്പോൾ സെൻസർ ബോർഡ് അഭിഭാഷകൻ പറഞ്ഞത് ഈ 96 കട്ട് ചെയ്യണം എന്നൊന്നും പറയുന്നില്ല, പക്ഷേ ടൈറ്റിലിൽ ചെറിയ മാറ്റം വരുത്തണം, പേരിനൊപ്പം ഇനീഷ്യൽ ചേർത്താൽ മതി എന്നുള്ളതാണ് ഈ അഭിഭാഷകൻ സെൻസർ ബോർഡ് അഭിഭാഷകൻ പറഞ്ഞത്. അത് വി ജാനകി എന്നോ ജാനകി വി എന്നോ ഏത് രീതിയിലോ മാറ്റം വരുത്താം. ഒപ്പം ഇതിലെ കോടതി രംഗങ്ങളുണ്ട്, അതിലൊരു ഭാഗം നീക്കം ചെയ്യണം, ജാനകി എന്ന് പറയുന്ന ഭാഗം മ്യൂട്ട് ചെയ്യണം. ഇതായിരുന്നു പുതിയ നിർദ്ദേശം. ഇത് നിർമ്മാതാക്കൾക്ക് സ്വീകാര്യമാണോ എന്നുള്ളതായിരുന്നു കോടതി ചോദിച്ചത്. ഇതിനിടെ സെൻസർ ബോർഡിൻ്റെ ഒരു സത്യവാങ്മൂലം ഹൈക്കോടതിക്ക് മുമ്പാകെ എത്തി. അതിലെ വിവരങ്ങളും പുറത്തു വന്നു. അതിൽ വളരെ വിചിത്രമായ വാദങ്ങളാണ് സെൻസർ ബോർഡ് മുന്നോട്ട് വെച്ചത്. അതായത് ഇതിൽ ജാനകി എന്ന കഥാപാത്രം ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയാണ് ജാനകി. ആ ജാനകിയെ കോടതിയിൽ ക്രോസ് വിസ്താരം ചെയ്യുന്ന പ്രതിഭാഗം അഭിഭാഷകൻ ഇതര മതസ്ഥനാണ്. മാത്രമല്ല ചില ചോദ്യങ്ങൾ അപമാനിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ആ സീനിലുണ്ട്. അപ്പോൾ ഇതെല്ലാം രണ്ട് മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും, സംഘർഷത്തിന് കാരണമാകും എന്നൊക്കെയുള്ള വാദങ്ങളും സെൻസർ ബോർഡ് ഈ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ എന്താണ് നിർമ്മാതാക്കളുടെ ഒരു അഭിപ്രായം എന്ന് കോടതി ചോദിച്ചു. ഉച്ചയ്ക്ക് ശേഷം കോടതി ഹർജി പരിഗണിച്ചപ്പോൾ നിർമ്മാതാക്കൾ അതായത് ഈ സെൻസർ ബോർഡ് മുന്നോട്ട് വെച്ച ആ നിർദ്ദേശത്തോട് യോജിക്കുകയായിരുന്നു. പേര് മാറ്റാൻ തയ്യാറാണ് എന്ന് നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ അറിയിച്ചു. ജാനകി വി എന്ന രീതിയിൽ പേര് മാറ്റാം, ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പേരിൽ അങ്ങനെയാക്കി മാറ്റാം എന്ന് നിർമ്മാതാക്കളും കോടതി അറിയിച്ചു. ഒപ്പം ഇതിൽ ജാനകി എന്ന് പറയുന്ന കോടതി രംഗങ്ങളിലെ ആ ഭാഗത്ത് മ്യൂട്ട് ചെയ്യാൻ തയ്യാറാണ് എന്നും നിർമ്മാതാക്കൾ ഇന്ന് നിലപാട് അറിയിക്കുകയുണ്ടായി. ഈ സാഹചര്യത്തിൽ ഇത് റീഎഡിറ്റ് ചെയ്ത് പുതിയ പതിപ്പ് സെൻസർ ബോർഡിന് മുമ്പിൽ ഹാജരാക്കി 3 ദിവസത്തിനകം തന്നെ സർട്ടിഫിക്കറ്റ് നൽകാം എന്ന് സെൻസർ ബോർഡ് അഭിഭാഷകനും ഇന്ന് ഹൈക്കോടതി അറിയിക്കുകയുണ്ടായി. ഈ സാഹചര്യത്തിൽ ഇനി അടുത്ത ബുധനാഴ്ചയാണ് ഹർജി കോടതി പരിഗണിക്കുക. അതിനു മുൻപായി തന്നെ ഈ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയും എന്ന പ്രതീക്ഷ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരും പങ്കുവയ്ക്കുകയുണ്ടായി. 24 മണിക്കൂറിനകം ഇത് പുതിയ പതിപ്പ്, അതായത് റീഎഡിറ്റ് ചെയ്ത പുതിയ പതിപ്പ് സെൻസർ ബോർഡിന് മുമ്പാകെ എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചൊവ്വാഴ്ചയ്ക്കകം ഈ സെൻസർ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷ അണിയറ പ്രവർത്തകരും പങ്കുവയ്ക്കുകയുണ്ടായി. ഏതായാലും ഏറെ ദിവസങ്ങൾ നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾക്ക്, അതായത് ജാനകിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് താൽക്കാലിക പരിഹാരം ഇന്ന് കോടതിയിൽ ഉണ്ടായിരിക്കുകയാണ്.